ഹായ്, നമുക്ക് ഇന്ന് കാണേണ്ട ക്ലാസ് തിയറീസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ രണ്ടെണ്ണം ഉണ്ടെന്ന് മനസ്സിലായല്ലേ? ഷോർട്ട് റൺ പ്രൊഡക്ഷനും ലോങ് റൺ പ്രൊഡക്ഷനും. അതേപോലെ തന്നെ തിയറീസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും രണ്ടെണ്ണം ഉണ്ട്. അപ്പം നമുക്ക് കാണാം തിയറീസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Theories of production function fall under two categories: short run production function and long run production function. അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്. ഒരു ഇൻപുട്ട് മാത്രം ചേഞ്ച് ചെയ്യും, വേരിയബിൾ ആണ്, ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് മാറ്റമില്ലാതെ തുടരുന്നവയാണ്. അതേസമയം ലോങ് റണ്ണിൽ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ ആണല്ലേ. അപ്പോൾ ഷോർട്ട് റൺ തിയറി ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. അതേസമയം ലോങ് റൺ തിയറിയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. The short run theory of production is called law of variable proportion. അപ്പോൾ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്പീക്സ് അബൌട്ട് the change in total product or output as a result of change in one variable keeping all other constant. അതായത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ടിൽ മാത്രം മാറ്റം വരുത്തുകയും ബാക്കി എല്ലാ ഇൻപുട്ടും കോൺസ്റ്റൻ്റായി വെക്കുകയും ചെയ്തുകൊണ്ട് ഉൽപാദനം നടത്തുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഏതെല്ലാം സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നു എന്നതുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് 3 ടേംസ് പഠിക്കാനുണ്ട്: ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ പ്രോഡക്റ്റ് ആദ്യമായിട്ട് പഠിക്കുന്നത് ടോട്ടൽ പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. ഇതിനെ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. TP അല്ലെങ്കിൽ TPP. ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് എഴുതിയാണെങ്കിൽ അതിനെ TPP എന്നാണ് കാണുക. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ ഔട്ട്പുട്ട് obtained by changing one input keeping all other inputs as constant. അതായത് ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് മൊത്ത ഉൽപ്പന്നം എന്നാണ് മലയാളം. മൊത്ത ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഷോർട്ട് റണ്ണിൽ ഹ്രസ്വ കാലയളവിൽ ഒരു നിവേശം മാത്രം മാറ്റം വരുത്തുകയും ബാക്കിയെല്ലാം സ്ഥിരമാക്കി വെക്കുകയും ചെയ്തുകൊണ്ട് ഉൽപാദനം നടത്തുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ വരുന്ന മാറ്റം അല്ലെ കിട്ടുന്ന മൊത്തം ഉൽപ്പന്നത്തെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തേത് ആവറേജ് പ്രോഡക്റ്റാണ്. ആവറേജ് പ്രോഡക്റ്റ്, ശരാശരി ഉൽപ്പന്നം എന്ന് പറയും. ആവറേജ് പ്രോഡക്റ്റ്, ശരാശരി ഉൽപ്പന്നം, AP എന്നാണ് ചുരുക്കി എഴുതുക. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് ദ പെർ യൂണിറ്റ് ഓഫ് ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ പെർ യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? പെർ യൂണിറ്റ് ഓഫ് ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ പ്രോഡക്റ്റ് വിത്ത് നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്സ്. അല്ലെങ്കിൽ ഇതിനെ വേറൊരു തരത്തിൽ പറയാം, റേഷ്യോ ഓഫ് ടോട്ടൽ പ്രോഡക്റ്റ് ടി പി ആൻഡ് നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്സ്. വേരിയബിൾ ഇൻപുട്സ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഫോർമുലയുണ്ട്. ആവറേജ് പ്രോഡക്റ്റ് എ പി ഈസ് ഈക്വൽ ടു ടി പി ബൈ ക്യൂ എന്നാണ്. അപ്പോൾ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ്, ക്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തേതാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയും. മാർജിനൽ പ്രോഡക്റ്റ്, സീമാന്ത ഉൽപ്പന്നം എന്നാണ് മലയാളം. മാർജിനൽ പ്രോഡക്റ്റ് MP. Marginal product is defined as net addition to total product. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് അഡീഷൻ. അഡീഷൻ എന്താണ്? മാറ്റം, അത് കൂട്ടി വരുന്നത് അല്ലേ? അത് മൈനസ് ആയാലും പ്ലസ് ആയാലും നെറ്റ് അഡീഷൻ ടു ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന മാറ്റത്തെ, അതായത് ഒരു യൂണിറ്റ് വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ മാർജിനൽ ഔട്ട്പുട്ട് അഥവാ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് കാണാനും ഒരു സൂത്രവാക്യമുണ്ട്. അതായത് മാർജിനൽ പ്രോഡക്റ്റ് MB ഈസ് ഈക്വൽ ടു TPN. MPN ഈസ് ഈക്വൽ ടു TPN മൈനസ് TPN-1 ആണ്. അതായത് ഏത് യൂണിറ്റിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് ആണോ കാണേണ്ടത് ആ യൂണിറ്റിൻ്റെ ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്നും തൊട്ടു പുറകിലുള്ള ടോട്ടൽ പ്രോഡക്റ്റ് മൈനസ് ചെയ്താൽ കിട്ടും. ഒരു എക്സാമ്പിൾ എഴുതാം. MP5 ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ എങ്ങനെയാണ്? TP5ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? TP5-1 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പോൾ TP4 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്രോബ്ലം വെച്ചിട്ട് നമ്മളിത് ചെയ്ത് നോക്കണം. അപ്പോൾ കാണാം, നമുക്കൊരു പ്രോബ്ലം, മോഡൽ പ്രോബ്ലം എഴുതി നോക്കാം. ടോട്ടൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും. ക്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. TP തരുന്നുണ്ട്, നമുക്ക് TP തരുന്നിരിക്കുന്നത് ക്യൂ തന്നത് 0, 1, 2, 3, 4 4 യൂണിറ്റിൻ്റെ TP തരുന്നുണ്ട്. TPയും തരുന്നുണ്ട്. 0 യൂണിറ്റിൽ ടോട്ടൽ പ്രോഡക്റ്റ് 0 ആണ്. ഇതിൽ 10, 2 ആയിരുന്നപ്പോൾ 20, 3ൽ 45, 4 ആയിരുന്നപ്പോൾ 60. നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആവറേജ് പ്രോഡക്റ്റും കാണണം, മാർജിനൽ പ്രോഡക്റ്റും കാണാം. ആവറേജ് പ്രോഡക്റ്റ് AP എന്ന് എഴുതാം, മാർജിനൽ പ്രോഡക്റ്റ് MB എന്ന് എഴുതാം അല്ലേ? അപ്പോൾ AP എന്ന് പറഞ്ഞാൽ എന്താണ്? TP/Q ആണല്ലേ? അപ്പം TP/Q എന്ന് പറയുമ്പോൾ 0/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ്, അല്ലെങ്കിൽ ഡാഷ് 0 കൊണ്ടുള്ള ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് ഡാഷ് ഇടാം നമുക്ക്. ഇനി രണ്ടാമത്തെ യൂണിറ്റിൻ്റെ TP 10 ആണ്. 10/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 10/1 10 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ യൂണിറ്റ് നോക്കിയേ, 20/2 ആണ് അല്ലേ? ഈ 20/2 എന്ന് പറഞ്ഞാൽ വീണ്ടും 10 എന്ന് കിട്ടും. ഇനി 45/3 ആണ്. എത്രയാണ് 45/3 എന്ന് പറഞ്ഞാൽ? 15 ആണല്ലേ? നെക്സ്റ്റ് 60/4 60/4. 60/4 എത്രയാണ്? 15. ക്ലിയർ ആയല്ലോ?
അതായത് എ പി ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് എ പി ഈസ് ഈക്വൽ ടു ടി പി ബൈ ക്യൂ വെച്ചാണ് കാണുന്നത്. ഇനി എം പി ആണ് കാണേണ്ടത്. എം പി എങ്ങനെയാണ് കാണുക? ഓരോ ടി പിയിൽ നിന്നും തൊട്ടു പുറകിലുള്ള ടി പി മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തേതിന് നമുക്ക് 0 ആയതുകൊണ്ട് ഡാഷ് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ടി പി നോക്കിയാൽ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ടി പി എന്ന് പറയുമ്പോൾ 10 ആണുള്ളത്. 10ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക 10 തന്നെ അല്ലേ. നെക്സ്റ്റ് 20 മൈനസ് 10 ആണ്. 20 മൈനസ് 10 എന്ന് പറയുമ്പോഴും ഇവിടെ നമുക്ക് 10 എന്ന് തന്നെ കിട്ടും. അതിനുശേഷം തേർഡ് യൂണിറ്റിൻ്റെ എം പി എത്രയാണെന്ന് നോക്ക്. 45ൽ നിന്നാണ് 20 മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 45 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 25 കിട്ടും. ഉണ്ടല്ലേ. നെക്സ്റ്റ് 60 മൈനസ് 45 ആണ്. 60 മൈനസ് 45 എന്ന് പറയുമ്പോൾ എത്രയാ? 15 കിട്ടും അല്ലേ. ക്ലിയർ ആയല്ലോ. ഇതേപോലെ പ്രോബ്ലം ചെയ്യാൻ എക്സാമിന് വരും. അപ്പോൾ നന്നായിട്ട് നോക്കുക, പഠിച്ച് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.